ക്ലാസ് 4 ചാപ്റ്റർ 13 ഹുദ് ഹുദ്. ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ 13th ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഹുദ് ഹുദ്. ഇത് ഹുദ് ഹുദ് എന്ന് പറയുന്നത് ഒരു ബേർഡാണ്, ഒരു പക്ഷി. ആ ബേർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഹുദ് ഹുദ്. ഇതിൻ്റെ തലയിൽ ഒരു കിരീടം പോലത്തെ സാധനം ഉണ്ടല്ലേ, ക്രൗൺ. കൽഗി ഇതിന് പറയുന്നതാണ് കൽഗി. നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഹുദ് ഹുദ്. ഹുദ് ഹുദ് കോ കൽഗി കേസെ മിലി. കൽഗി എന്ന് പറഞ്ഞത് കാണിച്ചു തന്നില്ലേ, ഇതിൻ്റെ തലയുടെ മുകളിലുള്ള ആ ക്രൗണിനാണ് കൽഗി എന്ന് പറയുന്നത്, ക്രസ്റ്റ്. ഹുദ് ഹുദിന് ഈ കൽഗി എങ്ങനെയാണ് ലഭിച്ചത്? കേസെ മിലി, ലഭിച്ചു. एक बार सुलेमान नाम के बादशाह आकाश में उड़ने वाली अपनी उड़न खटोले पर बैठे कहीं जा रहे थे। बड़ी गर्मी थी, धूप से वह परेशान हो रहे थे। आकाश में उड़ने वाले गिद्धों से उन्होंने कहा कि अपनी पंखों से तुम लोग मेरे सिर पर छाया कर दो, पर गिद्धों ने ऐसा करने से मना कर दिया। उन्होंने बहाना बनाते हुए कहा, हम तो इतने छोटे छोटे हैं, हमारी गर्दन पर पंख भी नहीं है, हम छाया कैसे कर सकते हैं? एक बार സുലൈമാൻ നാം കെ ബാദ്ഷാ. ബാദ്ഷാ എന്ന് പറഞ്ഞാൽ ആരാണ്? ചക്രവർത്തി. സുലൈമാൻ എന്ന് പേരുള്ള ഒരു ചക്രവർത്തി ആകാശ്മേം ഉഡ്നെ വാലെ അപ്നെ ഉഡൻ ഖട്ടോലെ. ഉഡൻ ഖട്ടോലെ എന്ന് പറഞ്ഞാൽ പറക്കും കട്ടിൽ. ആകാശത്തുകൂടെ പറന്നു പോകുന്ന ഒരു പറക്കും കട്ടിലിൽ കയറിയിരുന്ന് ബേട്ടെ കഹി ജാരഹേദെ, എങ്ങോട്ടോ പറന്നു പോവുകയായിരുന്നു. ബഡീ ഗർമി ഥി, ഭയങ്കര ചൂടായിരുന്നു. ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്, ഭയങ്കര ചൂടായിരുന്നു. ധൂപ് സേവ് പരേഷാൻ ഹോ രഹേ ഥേ. ധൂപ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കാരണം അവൻ പരേഷാൻ, ക്ഷീണിച്ചിരുന്നു. आकाश में उड़ने वाले गिद्धों से उन्होंने कहा, ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഗിദ്ധോം എന്ന് പറഞ്ഞാൽ കഴുകന്മാരോട് അദ്ദേഹം ചോദിച്ചു, അപ്നി പങ്കും സേ തും ലോഗ് മേരെ സിർ പർ ഛായ കർ ദോ. പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറക്. കഴുകന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ചിറക് ഉപയോഗിച്ച് എൻ്റെ തലയുടെ മുകളിൽ, സിർ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മീതെ ഛായ കർദോ, കവർ ചെയ്തിട്ട്, ചിറക് വെച്ച് തല കവർ ചെയ്തിട്ട് ഒരു തണൽ ഛായ കർദോ, തണലുണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു. പർ ഗിദ്ധോനെ ഏസാ കർണേസെ മനാ കർദിയ. പക്ഷെ നമ്മുടെ കഴുകന്മാരത് സമ്മതിച്ചോ? അതിന് റെഡിയായില്ല. ഉന്നോനെ ബഹാന ബനാത്തെ ഹുയെ കഹ. ബഹാന എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ്, ഒഴിവ് കഴിവ് പറയുക. അത് എക്സ്ക്യൂസ് ഉണ്ടാക്കി പറഞ്ഞു, ഹം തോ ഇത്തനെ ചോട്ടെ ചോട്ടെ ഹേ, ഹമാരി ഗർദൻ പർ പങ്ക് ഭീ നഹി ഹേ, ഹം ഛായ കേസെ കർ സക്തേ ഹേ. കഴുകന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും ചെറുതല്ലേ, ചോട്ടെ ചോട്ടെ, ചെറുതല്ലേ. ഹമാരി ഗർദൻ എന്ന് പറഞ്ഞാൽ നെക്ക്, ഞങ്ങളുടെ കഴുത്തിൽ ചിറക് പോലും ഇല്ല. പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക് പോലും ഇല്ല, വളരെ ചെറിയ ചിറകാണുള്ളത് അല്ലേ. ഹം ഛായ കേസെ കർ സക്തേ ഹേ, അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് താങ്കൾക്ക് ഛായ, തണൽ തരുന്നത്? സുലൈമാൻ ആകെ बढ़ गए. कुछ दूर जाने पर उनकी भेंट हुदहुदों के मुखिया से हुई. सुलेमान ने उससे भी मदद मांगी. वह चतुर था, उसने फौरन अपने दल के सभी हुदहुदों को इकट्ठा करके बादशाह सुलेमान के ऊपर छाया कर दी. सुलेमान बोले, मैंने गिद्धों से भी मदद मांगी थी, वे मेरी मदद कर सकते थे, पर उन्होंने मेरी मदद नहीं की. तुम गिद्धों से छोटे तो हो पर चतुर अधिक हो, तुम सबने मिलकर मेरी സഹായത की है. അങ്ങനെ നമ്മുടെ കഴുകന്മാരെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞുപോയി. സുലൈമാൻ ആകെ ബഡ്ഗയെ. ആകെ ബഡ്ഗയെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയി. നമ്മുടെ ചക്രവർത്തി സുലൈമാൻ എന്ത് ചെയ്തു? മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുച്ച് ദൂർ ജാനെ പർ ഉൻകി ഭേഡ് ഹുദ്ഹുദോं के मुखिया से हुए. മുഖ്യ എന്ന് പറഞ്ഞാൽ നേതാവ്. കുറച്ച് ദൂരം പോയപ്പോഴത്തേനും നമ്മുടെ സുലൈമാൻ ആരെ കണ്ടു? ഹുദ്ഹുദോം കെ മുഖ്യ. ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ ആ പക്ഷികളുടെ ഹുദ്ഹുദോം, ആ ഹുദ്ഹുദ് എന്ന് പറയുന്ന പക്ഷികളുടെ നേതാവിനെ കണ്ടു. സുലൈമാനെ ഉസ്സേ ഭി മദത് മാങ്കി. സുലൈമാൻ അതിനോടും കൂടെ സഹായം ചോദിച്ചു. മദത് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, മാങ്കി ചോദിച്ചു. എന്താണ് സഹായം? അതിൻ്റെ ചിറകുകൾ വെച്ചിട്ട് ഒരു തലയ്ക്ക് മുകളിൽ തണൽ തീർത്തു കൊടുക്കാൻ അല്ലേ. വ ചതുർത്ഥ. ചതുർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലി. അത് ഒരു ബുദ്ധിശാലിയായ നേതാവായിരുന്നു. ഉസ്നെ ഫൗരൻ അപ്നെ ദൽ കെ സബി ഹുദ്ഹുദോं को इकट्ठा करके, അത് പെട്ടെന്ന് എന്ത് ചെയ്തു?
അപ്നെ ദൽക്കെ അതിൻ്റെ സംഘത്തിലുള്ള ദൽ എന്ന് പറഞ്ഞാൽ സംഘം, അതിൻ്റെ സംഘത്തിലുള്ള എല്ലാ ഹുദ്ഹുദിനെയും ചേർത്ത് ഇക്കട്ടാ കർക്കെ എന്ന് പറഞ്ഞാൽ ചേർത്ത് ബാദ്ഷാ സുലൈമാൻ കെ ഊപ്പർ ഛായ കർദി, എല്ലാവരെയും വിളിച്ച് ചേർത്ത് സുലൈമാൻ്റെ തലയ്ക്ക് മുകളിൽ ഛായ തണൽ നൽകി കൊടുത്തു. സുലൈമാനെ പോലെ മേനെ ഗിത്തോം സെ ബി മദത് മാങ്കി തീ, അത് കണ്ടപ്പോഴത്തേനും സുലൈമാൻ സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലേ. സുലൈമാൻ പറഞ്ഞു മേനെ ഗിത്തോം സെ ബി മദത് മാങ്കി തീ, ഞാൻ കഴുകന്മാരോടും ഹെൽപ്പ് ചോദിച്ചിരുന്നു. വേ മേരി മദത് കർ സക്തേ ഥേ പർ ഉന്നോനെ മേരി മദത് നഹീ കി, അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമായിരുന്നു, പക്ഷേ അവരെന്നെ ഹെൽപ്പ് ചെയ്തില്ല. തും ഗിദ്ദോം സെ ചോട്ടെ തോ ഹോ പർ ചതുർ അധിക് ഹോ, നിങ്ങൾ കഴുകന്മാരെക്കാളും ചോട്ട എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ, പക്ഷേ നല്ല ബുദ്ധിശാലികളുമാണ്. തും സപ്നെ മിൽക്കർ മേരി സഹായതാക്കി, നിങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് വിളിച്ചു ചേർത്ത് എന്നെ ഹെൽപ്പ് ചെയ്തു. मैं तुमसे बहुत प्रसन्न हूँ, मैं तुम्हारी कोई इच्छा पूरी करूँगा, बताओ तुम्हारी क्या इच्छा है. എന്നിട്ട് നമ്മുടെ സുലൈമാൻ പറഞ്ഞു മേ തുംസെ ബഹുത് പ്രസന്ന ഹൂം, ഞാൻ നിങ്ങളാൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് സന്തോഷിതനാണ്, അത് കാരണം എന്ത് ചെയ്യാം, മേ തുമാരി കൊയ് ഇച്ഛ പൂരി കരുങ്ക, ഇച്ഛ എന്ന് പറഞ്ഞാൽ വിഷ് ആഗ്രഹം, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു തരാം. ബത്താവോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും, തുമാരി ക്യാ ഇച്ഛ ഹേ, നിങ്ങൾക്ക് എന്ത് വിഷയാണുള്ളത്, എന്ത് ആഗ്രഹമാണുള്ളതെന്ന് പറയാൻ പറഞ്ഞു. മുഖ്യാനെ കഹാ മഹാരാജ് मैं अपने सभी साथियों से सलाह करने के बाद अपनी इच्छा बताऊंगा. നമ്മുടെ മുഖ്യ നേതാവുണ്ടല്ലോ അത് പറഞ്ഞു, ഹുദ്ഹുദിൻ്റെ മുഖ്യ പറഞ്ഞു മഹാരാജ് മഹാരാജാവേ മേ അപ്നി സഭി സാത്യോം സെ സലാഹ് കർണേ കെ ബാദ്, സലാഹ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ഉപദേശങ്ങൾ വാങ്ങിച്ചത്, സാത്യം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, അത് അതിൻ്റെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാ കൂട്ടുകാരോടും ഉപദേശങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇത് എന്ത് പറയാമെന്ന് പറഞ്ഞു, വിഷയം ഏതാണെന്ന് പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞു. मुखिया ने साथियों से सलाह करने के बाद कहा महाराज यह वरदान दीजिए कि हमारे सिर पर आज से सोने की कलगी निकल आए. എന്നിട്ട് നമ്മുടെ മുഖ്യ ചെന്ന് എല്ലാ കൂട്ടുകാരോടും സാത്യോം സെ എല്ലാ കൂട്ടുകാരോടും അഡ്വൈസ് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് നമ്മുടെ മഹാരാജിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മഹാരാജ് യ വരദാൻ ദീജിയെ, വരദാൻ എന്ന് പറഞ്ഞാൽ വരം, ഈ വരം ഞങ്ങൾക്ക് തന്നാലും. ഏത് വരമാണ്, ഹമാരെ സിർ പർ, സിർ എന്ന് പറഞ്ഞാൽ തല, ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആജ് സേ സോനയ്ക്ക് കൽഗി നിക്കൽ ആയേ, ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇന്ന് മുതൽ സോന, സോന എന്ന് പറഞ്ഞാൽ ഗോൾഡ്, ഗോൾഡിൻ്റെ കൽഗി, കൽഗി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ് കിരീടം കണ്ടില്ല, അത് വന്നാലും, അത് ഉണ്ടാക്കി തന്നാലും എന്ന് പറഞ്ഞു. बादशाह हंसे और बोले मुखिया इसका फल क्या होगा, ये तुमने सोच लिया है. ബാദ്ഷാ ചിരിച്ചുകൊണ്ട്, ഹസ്സെ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു മുഖ്യ ഇസ്കാ ഫൽ ക്യാ ഹോഗ, ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ. യ തുമ്നെ സോച്ച് ലിയാ ഹേ, സോച്ച് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇങ്ങനെ തലയ്ക്ക് മുകളിൽ സ്വർണത്തിൻ്റെ കിരീടം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ. मुखिया बोला हाँ महाराज मैंने खूब परामर्श करके ये वर मांगा है. മുഖ്യ പറഞ്ഞു ഹാ മഹാരാജ്, മഹാരാജ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മേനെ ഖൂബ് പരാമർശ് കർക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഇത് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. സുലൈമാനെ പ്രാർത്ഥന സ്വീകാർ കർലി, सभी हुदहुदों के सिर पर सोने की कलगी निकल आई. लोगों ने सोने की कलगी को देखा तो वे हुदहुदों के पीछे पड़ गए, तीर से उन्हें मार मार कर सोना इकट्ठा करने लगे. സുലൈമാനെ പ്രാർത്ഥന സ്വീകാർ കർലി, സുലൈമാൻ എന്ത് ചെയ്തു, അവരുടെ ആഗ്രഹം നടത്തി കൊടുത്തല്ലേ. സഭി ഹുദ്ഹുദോं के सिर पर सोने की कलगी निकल आई, എല്ലാ ഹുദ്ഹുദുകളുടെയും തലയിൽ സിർ പർ സോനെ കി കൽഗി, സ്വർണം കൊണ്ടുള്ള കിരീടം വന്നു. ലോകോംനെ സോനയ്ക്ക് കൽഗി കോ ദേഖ, ലോക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ സ്വർണത്തിൻ്റെ കിരീടം കണ്ടു. തോ വേ ഹുദ്ഹുദോं के पीछे पड़ गए, അത് കണ്ടപ്പം മുതൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഹുദ്ഹുദുകളുടെ പുറകെ കൂടി. തീർ എന്ന് പറഞ്ഞാൽ അമ്പ് കൊണ്ട് ഉന്നെ മാർക്കർ സോന ഇക്കട്ടാ കർണേ ലഗേ, ഈ സ്വർണത്തിൻ്റെ കിരീടം കണ്ട ഉടനെ ആൾക്കാരൊക്കെ അതിൻ്റെ പിറകെ പോയി അമ്പ് ഉപയോഗിച്ച് മാർക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുദ്ഹുദിനെ കൊന്നിട്ട് സോന ഇക്കട്ടാ കർണേ ലഗ, സോന അതിൻ്റെ ഗോൾഡ് അവർ ശേഖരിച്ചു തുടങ്ങി. ഹുദ്ഹുദോं का वंश समाप्त होने पर आ गया.
तब मुखिया घबरा कर बादशाह सुलेमान के पास पहुंचा और बोला, इस सोने की कलगी के कारण तो हमारा वंश ही समाप्त हो जाएगा. ഹുദ്ഹുദോങ്ക വംശ സമാപ്ത് ഹോനെ പർ ആ ഗയാ. അങ്ങനെ എല്ലാ ഹുദ്ഹുദുകളുടെയും സ്വർണത്തിൻ്റെ കിരീടം എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്തു? അമ്പ് എടുത്ത് അതിൻ്റെ പുറകെ കൂടിയല്ലേ അങ്ങനെ കൊന്ന് അവരുടെ വംശം സമാപ്ത് എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടാൻ തുടങ്ങി. തബ് മുഖ്യ ഖബരാക്കർ എന്ന് പറഞ്ഞാൽ പേടിച്ച്. അപ്പോഴേക്കും നമ്മുടെ മുഖ്യ പേടിച്ച് ബാദ്ഷാ സുലൈമാൻ്റെ അടുത്ത്, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഈ സോനെ കി കൽഗി കെ കാരൺ तो हमेशा വംശ ഹി സമാപ്ത് ഹോ ജായേഗ. ഈ സ്വർണത്തിൻ്റെ കിരീടം കാരണം ഞങ്ങളുടെ വംശം തന്നെ ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. सुलेमान ने कहा, मैंने तो शुरू में ही तुम्हें चेतावनी दी थी. खैर जाओ, आज से तुम्हारे सिर का ताज सोने का नहीं सुंदर परों का हुआ करेगा. और तभी से हुदहुदों के सिर पर परों का यह ताज शोभा पा रहा है. സുലൈമാൻ അത് കേട്ട് സുലൈമാൻ പറഞ്ഞു, മേനെ തോ ഷുരു മേം ഹി തുമേ ചേതാവനി ദി. ഷുരു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ, ആദ്യം തന്നെ ഞാൻ നിന്നോട് ചേതാവനി എന്ന് പറഞ്ഞാൽ വാർണിംഗ് തന്നതാണ്. എന്താണ് ആദ്യം രാജാവ് ചോദിച്ചില്ലായിരുന്നോ സ്വർണത്തിൻ്റെ കിരീടം വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഫലമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് കൊടുക്കുന്നതിന് മുന്നേ ചോദിച്ചിരുന്നല്ലേ. ഖൈർ എന്ന് പറഞ്ഞാൽ വെൽ, ഓക്കെ. ജാവോ ആജ് സേ ഇന്നു മുതൽ നിങ്ങളുടെ തലയിലുള്ള താജ് എന്ന് പറഞ്ഞാൽ കിരീടം, കൽഗി സ്വർണത്തിൻ്റെതായിരിക്കില്ല, പകരം എന്തിൻ്റെതായിരിക്കും? പകരം സുന്ദർ പരോം കാ ഹുവാ കരേഗ. പരം എന്ന് പറഞ്ഞാൽ ഫെദേഴ്സ്, സുന്ദരമായ ഫെദേഴ്സിൻ്റെതായിരിക്കും, തൂവൽ കൊണ്ടുള്ള കൽഗിയായിരിക്കുന്നത്. ഓർത്ത ഭീസെ, അങ്ങനെ അന്ന് മുതൽ ഹുദ്ഹുദിൻ്റെ തലയിൽ പരോം കാ യേ താജ് ശോഭ പാരഹാ ഹെ. അന്ന് മുതലാണ് നമ്മുടെ ഹുദ്ഹുദിൻ്റെ തലയിൽ തൂവൽ കൊണ്ടുള്ള നല്ലൊരു കൽക്കി കിരീടം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. हुदहुद एक बहुत ही सुंदर पक्षी है. इसके शरीर का सबसे सुंदर भाग इसके सिर की कलगी होती है. वैसे तो यह इसे समेटे रहता है, पर जैसे ही किसी तरह की आवाज़ होती है यह चौकन्ना होकर परों को फैला लेता है. तब यह कलगी देखने में हूबहू किसी सुंदर पंखी जैसी लगने लगती है. इसी कलगी के बारे में तुमने अभी एक सुंदर कहानी भी पढ़ी है. ഹുദ്ഹുദ് ഇതാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡാണ് അല്ലേ. ഹുദ്ഹുദ് ഏക് ബഹുത് ഹി സുന്ദർ പക്ഷി ഹേ. നല്ല സുന്ദരമായ ഒരു പക്ഷിയാണ് അല്ലേ, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് ഈ ഹുദ്ഹുദ്. ഇസ്കെ ശരീർ കാ സബ്സെ സുന്ദർ ഭാഗ് ഇസ്കെ സിർ കി കൽഗി ഹോത്തി ഹേ. ഇതിൻ്റെ ശരീരത്തിലെ സബ്സെ സുന്ദർ ഭാഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ ഭാഗം ഇതിൻ്റെ തലയിലെ കൽഗിയാണ്. वैसे तो यह इसे समेटे रहता है, पर जैसे ही किसी तरह की आवाज़ होती है यह चौकन्ना होकर परों को फैला लेता है. ഇത് എപ്പോഴൊക്കെയോ ഒരുമിച്ച് സമയത്തെ रहता है എന്ന് പറഞ്ഞാൽ ഈ ചിറകുകൾ, ഈ തൂവലൊക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പർ ജൈസേ ഹി കിസി തരഹി ആവാസ് ഹോത്തി ഹി, ഏതെങ്കിലും തരത്തിലുള്ള ആവാസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ യ ചൗക്കന്ന ഹോക്കർ, ഇത് ചൗക്കന്ന എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടെ പരോങ്കോ ഫൈലാലേത്ത ഹേ, ഈ തൂവലുകൾ, ഈ ഫെദേഴ്സിനെ സ്പ്രെഡ് ചെയ്യിക്കും, അതായത് വിരിച്ചു നിർത്തും. ഫൈല എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യിക്കുക. തബ് യഹ് കൽഗി ദേഖ്നെ മേം ഹൂബഹു കിസി സുന്ദർ പങ്കി ജൈസി ലഗ്നെ ലഗ്തി ഹേ. അങ്ങനെ ഈ ചിറകുകൾ വിരിച്ചു നിർത്തുന്ന സമയത്ത്, ഈ തലയിലെ കിരീടത്തിൻ്റെ തൂവലുകൾ വിരിച്ചു നിർത്തുന്ന സമയത്ത് അത് എങ്ങനെയിരിക്കും കാണാൻ? സുന്ദർ പങ്കി, നല്ല സുന്ദരമായ വിഷറി പോലെ ഇരിക്കും. ഇസി കൽഗി കെ ബാരെ മേം തുമ്നെ അഭി എക് സുന്ദർ കഹാനി ഭി പഠി ഹേ. ഈ കൽഗിയുടെ പേരിൽ നിങ്ങളൊരു നല്ല കഥയും പഠിച്ചിട്ടുണ്ടാവും. ഹുദ്ഹുദ് കാ സാരാ ശരീർ रंग बिरंग और चटकीला होता है. पंख काले काले होते हैं जिन पर मोटी सफ़ेद धारियाँ बनी होती है. गर्दन का अगला हिस्सा बादामी रंग का होता है, चोटी भी बादामी रंग की होती है, मगर उसके सिरे काले और सफ़ेद होते हैं. എന്താണ്? ദും കാ സാര ശരീർ രംഗ് ബിരംഗ് ഓർ ചട്കീല ഹോത്താ ഹേ. ഈ ഹുദ്ഹുദിൻ്റെ ശരീരം മുഴുവൻ രംഗ് ബിരംഗ്, പല നിറത്തിലും ബ്രൈറ്റ് ആയിട്ടാണുള്ളത്, പല നിറത്തിലുള്ളതും ബ്രൈറ്റ് ആയിട്ടുള്ളതുമാണ്. ചട്കീല എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്. പങ്ക് എന്ന് പറഞ്ഞാൽ വിങ്സ്, ചിറകുകൾ. കാലെ ഹോത്തി ഹേ, കറുപ്പ് നിറത്തിലുള്ള ചിറകുകളാണ്. അതിൽ പർ മോട്ടി സഫേദ് ധരിയ, മോട്ടി എന്ന് പറഞ്ഞാൽ കൊഴുത്ത തടിച്ച,
തടിച്ച വെളുത്ത ധാര്യാം എന്ന് പറഞ്ഞാൽ സ്ട്രിപ്സ്, ഇതാ വെളുത്ത വരകൾ കാണുന്നില്ലേ, വെളുത്ത വരകളും ഈ കറുപ്പ് നിറത്തിലുള്ള ചിറകിന്മേൽ വെളുത്ത വരകളുമുണ്ട്. ഗർദൻ കാ അഗലാ ഹിസ്സ, ഗർദൻ കാ അഗലാ ഹിസ്സ ബാദാമി രംഗ് കാ ഹോത്താ ഹെ. ഗർദൻ എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ അഗലാ ഹിസ്സ എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ പോർഷൻ എന്ത് കളറാണ്? ബാദാമി രംഗ്, ബാദാമി ബദാം കളറിലുള്ളതാണ്. ചോട്ടി ബി ബാദാമി രംഗ് ഹോത്തി ഹെ. ചോട്ടി എന്ന് പറഞ്ഞാൽ കൊക്ക്, കൊക്കു എങ്ങനെയുള്ളതാണ്? ബാദാം കളറിലുള്ളതാണ്. മഗർ ഉസ്കെ സിരെ കാലെ ഓർ സഫേദ് ഹോത്തെ ഹെ. പക്ഷേ അതിൻ്റെ തല എങ്ങനെയുള്ളതാണ്? കാലെ ഓർ, കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, സഫേദ് എന്ന് പറഞ്ഞാൽ വെളുപ്പ്, കറുപ്പും വെളുപ്പ് നിറത്തിലുള്ളതാണ്. ദുംക ഭീതരി ഹിസ്സ സഫേദ് ഓർ ബാഹരി ഹിസ്സ കാലെ രംഗ് കാ ഹോത്താ ഹെ. ദും എന്ന് പറഞ്ഞാൽ വാൽ, വാലിൻ്റെ ഭീതരി ഹിസ്സ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് പോർഷൻ, ഭീതരി ഹിസ്സ ഇൻസൈഡ് പോർഷൻ എങ്ങനെയാണ്? വെളുത്ത നിറത്തിലും, ബാഹരി ഹിസ്സ കാലെ രംഗ് കാ ഹോത്താ ഹെ. ബാഹരി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഭാഗം കറുപ്പ് നിറത്തിലുമാണ് കാണുന്നത്. ചോഞ്ച് പത്തലി ലംബി തഥാ തീക്കി ഹോത്തി ഹെ. ചോഞ്ച് കൊക്ക എങ്ങനെയുള്ളതാണ്? പത്തലി, തിന്നാണ്. പത്തലി എന്ന് പറഞ്ഞാൽ തിൻ, ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ളതും, പിന്നെ തീക്കി ഹോത്തി ഹെ ഷാർപ്പ്, തീക്കി എന്ന് പറഞ്ഞാൽ ഷാർപ്പാണ്. इस चोंच से यह आसानी से ज़मीन के भीतर छिपे हुए कीड़ों मकोड़ों को ढूंढ निकालता है. ഈ കൊക്ക് ഉപയോഗിച്ചിട്ടാണ്, ചോഞ്ച് കൊക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹുദ്ഹുദ് എളുപ്പത്തിൽ, ആസാനീസ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ, ജമീൻ കെ ഭീത്തർ, ജമീൻ കെ ഭീത്തർ എന്ന് പറഞ്ഞാൽ ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിക്കടിയിൽ, ഭീത്തർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ്, ചിപ്പേ ഹുയെ ഒളിച്ചിരിക്കുന്ന കീടങ്ങളെയൊക്കെ ढूंढ തെരഞ്ഞ് പിടിച്ച് എടുക്കുന്നത്. ഇസ്കി ചോഞ്ച് നാഖൂൻ കാട്ടനെ വാലി. ഇതിൻ്റെ ചോഞ്ച് എങ്ങനെയുള്ളതാണ്? നാഖൂൻ, നഖം, നാഖൂൻ എന്ന് പറഞ്ഞാൽ നഖം മുറിക്കുന്ന, നെയിൽ കട്ടർ, നഹർനി, നെയിൽ കട്ടർ से बहुत मिलती है और शायद इसलिए कहीं कहीं इसे हजामिन चिड़िया के नाम से भी पुकारते हैं. ഇതിൻ്റെ നഖം മുറിക്കുന്ന നെയിൽ കട്ടർ പോലെയുള്ളതായതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നുണ്ട്? ചില ഭാഗങ്ങളിൽ ഹജാമിൻ ചിടിയ എന്നും കൂടെ പറയുന്നുണ്ട്. ഹുദ്ഹുദ് ഹമാരെ ദേശ് കെ സഭി ഭാഗോ മേ പായെ ജാത്തെ ഹെ. പായെ ജാത്തെ ഹെ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നു. ഹുദ്ഹുദ് നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. तुमने इसे अपने घर के आसपास अपनी तीखी चोंच से ज़मीन खोदते हुए अवश्य देखा होगा. बोलते समय यह 3 बार हुप 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 सा कुछ कहते हैं, इसीलिए इसे अंग्रेज़ी में हुप ऊ कहा जाता है. हिंदी में इसे हुद हुद कहते हैं. धूप में कीड़ा ढूंढने के कारण हमारे देश में कहीं कहीं इसे पदबाया भी कहते हैं और सुंदर कलगी की वजह से कुछ देशों में लोग इसे शाह सुलेमान कहकर पुकारते हैं. തുമ്നെ ഇസെ അപ്നെ ഘർ കെ ആസ് പാസ്, ചുറ്റുപാടും, അടുത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഘർ എന്ന് പറഞ്ഞാൽ വീട്. നിങ്ങളിതിനെ വീട്ടിൻ്റെ ചുറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുക? തീക്കി ചോഞ്ചിസെ, അതിൻ്റെ ഷാർപ്പായിട്ടുള്ള കൊക്ക് ഉപയോഗിച്ച്, ജമീൻ ഖോദത്തെ ഹുയെ, ഖോദിനെ തന്നെ കുഴിക്കുക, ഭൂമി കുഴിച്ച് അതിൻ്റെ കീടങ്ങളൊക്കെ പുറത്തെടുത്ത് തിന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ബോൽത്തെ സമയം, അത് സംസാരിക്കുന്ന സമയത്ത് 3 ബാർ 3 പ്രാവശ്യം ഹുപ്പ് 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 സാ കുച്ച് കഹ്താ ഹെ, ഹുപ്പ് 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 എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇസ്ലിയെ ഇസെ അംഗ്രേസീമയും എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇതിനെ ഹൂപ്പ് ഊ കാ ജാത്താ ഹെ. ഇങ്ങനെ 3 പ്രാവശ്യം ഹുപ്പ് 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 എന്ന് പറയുന്നത് കൊണ്ട് അതിനെ ഇംഗ്ലീഷിൽ ഹൂപ്പ് എന്നും ഹിന്ദിയിൽ ഹുദ് ഹുദ് എന്നും പറയുന്നു. ധൂപ് മേം കീടാ ढूंढने के कारण हमारे देश में कहीं कहीं इसे पदबाया भी कहते हैं. കീടങ്ങളെയൊക്കെ തെരഞ്ഞു പിടിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഇതിനെ എന്തും കൂടെ പറയുന്നുണ്ട്? പദുബായ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. സുന്ദർ കൽഗിക്ക് വജേസെ, സുന്ദരമായ ഈ കിരീടമുള്ളത് കാരണം പല സ്ഥലങ്ങളിൽ ഇതിനെ എന്ത് വിളിക്കുന്നു? ഷാ സുലൈമാൻ എന്നും വിളിക്കുന്നുണ്ട്. രാജാക്കന്മാർക്കുള്ള കിരീടം പോലെ ഇതിനും കിരീടമുള്ളത് കാരണം ഇതിനെ ഷാ സുലൈമാൻ എന്നും വിളിക്കുന്നു. മാതാ ഹുദ്ഹുദ് 3 से इस तक अंडे देती है. जब तक बच्चे अंडे से बाहर नहीं निकल जाते वह अंडों पर बैठी रहती है, हटती नहीं. नर वही भोजन लाकर उसे खिला जाता है, पर दोनों में से कोई भी घोंसले की सफाई नहीं करता. മാതാ ഹുദ്ഹുദ്, അതിൽ അമ്മ ഹുദ്ഹുദ് ഉണ്ടാവില്ലേ, പെൺപക്ഷി 3 വരെ മുട്ടയിടും.
ജബ് തക് ബच्चे അണ്ടേ സെ ബാഹർ നഹീം നിക്കൽ ജാത്തെ എന്നിട്ട് ആ മുട്ടയിൽ നിന്ന് ബച്ച എന്ന് പറഞ്ഞ കുട്ടി ഹുദ്ഹുദ് പുറത്ത് വരുന്നില്ലെങ്കിൽ വ അണ്ടോം പർ ബൈഠി രഹത്തി ഹെ അത് ആ മുട്ടയ്ക്ക് മുകളിൽ കയറിയിരിക്കും, അതായത് അടയിരിക്കും, എങ്ങോട്ടും നീങ്ങിപ്പോകുന്നില്ല. ഹഡ്തി നഹീം വേറെ എങ്ങോട്ടും പോയില്ല, വേറെ എങ്ങോട്ടും പോകാതെ മുട്ടയുടെ മുകളിൽ തന്നെ അടയിരിക്കും. നർ വഹീം ഭോജൻ ലാക്കർ ഉസേ ഖിലാ ജാത്താ ഹെ. നർ എന്ന് പറഞ്ഞാൽ മറ്റേ ആൺ ഹുദ്ഹുദില്ലേ, അത് പോയിട്ട് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർക്ക് കഴിക്കാൻ കൊടുക്കും. പർ ദോനോ മേം സെ കൊയ് ഭി ഘോസ്ലെ കി സഫായി നഹീ കർത്താ. ഘോസ്ല എന്ന് പറഞ്ഞാൽ പക്ഷി കൂട്, നെസ്റ്റ്. സഫായി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക. പക്ഷേ ഇവർ രണ്ട് പേരിൽ ആരും തന്നെ കൂട് ക്ലീൻ ചെയ്യുന്ന പരിപാടി ചെയ്യാറില്ല. संसार के विख्यात पक्षियों में से एक है यह हुदहुद. यह अपनी सुंदरता के लिए तो मशहूर है, पर इसे पालतू नहीं बनाया जा सकता और नहीं इसके बोली में मिठास है. സംസാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഫേമസ്, വിഖ്യാത് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പക്ഷികളിൽ ഒരെണ്ണമാണ് ഏത്, ഈ ഹുദ്ഹുദ്. ഈ അപ്നി സുന്ദരത കേലിയെ തോ മഷ്ഹൂർ ഹേ, ഇത് അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ പുറത്താണ് വളരെ ഫേമസ് ആയിരിക്കുന്നത്. പർ ഇസെ പാൽത്തു നഹീം ബനായ ജാ സക്താ ഹെ, പക്ഷെ നമുക്കിതിനെ വളർത്താൻ പറ്റില്ല അല്ലേ, നമ്മളിതിനെ വളർത്താറില്ല. ഓർ നഹി ഇസ്കെ ബോലിമേ മിഠാസ് ഹെ, കൂടാതെ ഇതിൻ്റെ സംസാരവും കേൾക്കാൻ അത്ര മിഠാസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് അല്ല, ഇതിൻ്റെ സൗണ്ടും അത്ര സ്വീറ്റ് അല്ല. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു.